നമസ്കാരം. ഓരോ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും ആദായ നികുതി ഘടനയിൽ എന്തു മാറ്റമാണ് സംഭവിച്ചത് എന്നാണ് സാധാരണക്കാരായ ആളുകൾ ഉറ്റുനോക്കുന്നത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണം പൂർത്തിയാകുമ്പോൾ ആദായ നികുതി ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ ഇല്ല എന്ന് വേണം അനുമാനിക്കാൻ. പ്രത്യേകിച്ച് മാസശമ്പളക്കാരായിട്ടുള്ള ജീവനക്കാർക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയിട്ടില്ല. എന്നാൽ ഒട്ടും പ്രയോജനം ഇല്ല എന്നും പൂർണ്ണമായും പറയാൻ സാധിക്കുകയില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നത് 50,000 നിന്ന് 75,000 രൂപ ആക്കി ഉയർത്തി എന്നുള്ളതാണ്. അതേസമയം ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം ഈ ഡിഡക്ഷൻ ഉയർത്തിയത് കാര്യമായ നേട്ടം ഉണ്ടാക്കില്ല എന്നാണ്. എന്താണ് നികുതി സ്ലാബിൽ ഘടനയിൽ വന്നിട്ടുള്ള മാറ്റം? നമുക്ക് വിശദമായി പരിശോധിക്കാം. പഴയ ടാക്സ് സമ്പ്രദായം പിന്തുടരുന്നവരും പുതിയ ടാക്സ് സമ്പ്രദായം പിന്തുടരുന്നവരും നിലവിൽ ഉണ്ട്. നിലവിൽ പഴയ ടാക്സ് സമ്പ്രദായം പിന്തുടരുന്നവർക്ക് ഈ സ്ലാബ് വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഒരു തരത്തിലും പ്രയോജനപ്പെടുത്തുന്നില്ല. അവർ ആ സമ്പ്രദായം തുടരുക തന്നെ വേണം. എന്നാൽ പുതിയ ടാക്സ് സമ്പ്രദായം സ്വീകരിച്ചിട്ടുള്ളവർക്ക് ചില മാറ്റങ്ങൾ ഉണ്ട്. ആ മാറ്റങ്ങൾ എന്ത് എന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ നിലവിൽ 3 ലക്ഷം രൂപ വരെ വ്യക്തിഗത വരുമാനം പ്രതിവർഷം ഉള്ള ആളുകൾക്ക് 1 രൂപ പോലും നികുതി നൽകേണ്ട സാഹചര്യം ഇല്ല. മാത്രവുമല്ല, പഴയ ഡിഡക്ഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നത് 50,000 രൂപ ആയിരുന്നു. അത് പ്രകാരം 3 ലക്ഷം രൂപ വരെ എന്ന് പറയുമ്പോൾ 3,50,000 രൂപ വരെ പ്രതിവർഷ വരുമാനം ഉള്ള ആളുകൾ ടാക്സ് നൽകിയിരുന്നില്ല. 1 രൂപ പോലും നികുതി നൽകിയിരുന്നില്ല. അതിൽ മാറ്റമുണ്ടാകുന്നു. ഇത്തവണയും 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവർ നികുതി നൽകേണ്ടതില്ല. എന്നാൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നത് 75,000 രൂപ ആക്കി ഉയർത്തിയതിനാൽ പ്രതിവർഷ വരുമാനം 3,75,000 രൂപ വരെ ഉള്ളവർക്ക് നികുതി നൽകേണ്ടതായി വരില്ല. അവർക്ക് 0 രൂപ ആയിരിക്കും നികുതി, അതായത് നികുതി ഇല്ല. ഇനി എവിടെയാണ് മാറ്റം വന്നിട്ടുള്ളത്? നമുക്ക് പഴയ ടാക്സ് അനുസരിച്ച് 3 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ പ്രതിശീർഷ വരുമാനം ഉള്ളവർ 5% നികുതിയാണ് നൽകിക്കൊണ്ടിരുന്നത്. ബജറ്റ് അവതരിപ്പിച്ചതോടെ അതിന് മാറ്റം വരികയാണ്. 3 ലക്ഷം രൂപ മുതൽ 7 ലക്ഷം രൂപ വരെ ഒരു വർഷം വരുമാനം ഉള്ള വ്യക്തി 5% നികുതി അടയ്ക്കേണ്ടി വരും. അതായത് കഴിഞ്ഞ തവണ നികുതി നൽകിയ ആ രീതിയുമായി പരിശോധിക്കുമ്പോൾ അവർക്ക് മാറ്റമുണ്ടാകുന്നത് 1 ലക്ഷം രൂപയുടെ വരുമാന മാറ്റം ആണ്. 3 മുതൽ 6 ലക്ഷം വരെ എന്നത് 3 മുതൽ 7 ലക്ഷം രൂപ വരെ എന്ന് മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 6 ലക്ഷം രൂപ മുതൽ 9 ലക്ഷം രൂപ വരെ പ്രതിവർഷ വരുമാനം ഉണ്ടായിരുന്നവർ 10% നികുതിയാണ് അടച്ചിരുന്നത്. ഇത്തവണ 7 മുതൽ 10 ലക്ഷം രൂപ വരെ എന്ന നിലയിലേക്ക് ഇത് ഉയർന്നിരിക്കുകയാണ്. അവിടെയും ഉണ്ടാകുന്ന മാറ്റം എന്നത് 1 ലക്ഷത്തിൻ്റെതാണ്. 9 ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടായിരുന്നവർ 10% നികുതി അടയ്ക്കണമായിരുന്നുവെങ്കിൽ ഇനി 10 ലക്ഷം രൂപ വരെ വരുമാനം ഉള്ളവർ 10% നികുതി അടച്ചാൽ മതി എന്നുള്ളതാണ്. 15% നികുതി നൽകിയിരുന്നവരുടെ സാമ്പത്തിക ഘടന എപ്രകാരമായിരുന്നു എന്ന് പരിശോധിക്കാം. 9 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെ ഒരു വർഷം വരുമാനം ലഭിക്കുന്ന ജീവനക്കാർ ഉൾപ്പെടെ ഉള്ളവർ ആണ് 15% നികുതി അടച്ചിരുന്നത്. എന്നാൽ അതിൽ മാറ്റമുണ്ടാകുന്നു. 10 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെ ഒരു വർഷം വരുമാനം ലഭിക്കുന്നവർ ആണ് ഇനി 15% നികുതി അടയ്ക്കേണ്ടതായി വരുന്നത്. അവിടെയും ചെറിയ മാറ്റം ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ 12 മുതൽ 15 ലക്ഷം രൂപ വരെ പ്രതിവർഷ വരുമാനം ഉണ്ടായിരുന്നവർ 20% നികുതി അടയ്ക്കേണ്ടിയിരുന്നത്. അതിൽ ഇത്തവണ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ബജറ്റ് പ്രഖ്യാപനത്തിൽ ഒരു മാറ്റവുമില്ല. 12 മുതൽ 15 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർ 20% തന്നെ നികുതി നൽകണം. 15 ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉള്ളവർ പ്രതിവർഷ വരുമാനം ഉള്ളവർ 30% നികുതിയാണ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും അതിൽ മാറ്റമൊന്നുമില്ല. 15 ലക്ഷത്തിന് മുകളിൽ പ്രതിവർഷ വരുമാനം ഉള്ളവർ 30% നികുതി തന്നെയാണ് തുടരേണ്ടി വരുന്നത്. എന്തായാലും സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര ആശ്വാസകരമല്ല എന്ന് വിലയിരുത്തുമ്പോഴും ധനമന്ത്രി പറയുന്നത് ഒരു ശരാശരി ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രതിവർഷം 17,500 രൂപ വരെ ഈ പുതിയ സ്ലാബിലൂടെ ലാഭിക്കാൻ സാധിക്കും, നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നാണ്. അതോടൊപ്പം
കേന്ദ്ര സർക്കാരിന് പ്രതിവർഷം 7000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് എന്നുകൂടിയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണ വേളയിൽ പറഞ്ഞത്.